തിരുവനന്തപുരത്ത് പെരുമാതുറ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 മണിയോടെയായിരുന്നു മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞത്. പുതുക്കുറിച്ചി സ്വദേശി ജോണാണ് മരിച്ചത്. അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് അജീഷ് ജയകുമാർ. സങ്കടകരമായ വാർത്തയാണല്ലോ ഈ വെളുപ്പാങ്കാലത്ത് വരുന്നത്, പറയൂ. എന്തായാലും പുലർച്ചെ 3:30യോടെയായിരുന്നു ഈ അപകടമുണ്ടായത്. ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ഒപ്പമുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ 5 പേര് അവർ നീന്തി രക്ഷപ്പെട്ടു. അപ്പം ഈ കൂടെ പോയിരുന്ന മീൻ പിടിക്കാനായി പോയിരുന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. തീരദേശ പോലീസും ഈ തെരച്ചിലിനൊപ്പം പങ്കുചേർന്നിരുന്നു. അതിനിടയിലാണ് ഈ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അല്പസമയം മുമ്പായിരുന്നു ജോണിന്റെ മൃതദേഹം തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കണ്ടെത്തി കരക്കെത്തിച്ചത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. മുതലപ്പുഴയിൽ ഇത് സ്ഥിരമായി ഉണ്ടാകുന്ന അപകടമാണ്. പുലർച്ചെ 3:30 മീൻ പിടിക്കാൻ പോകവേ ഉണ്ടായ ശക്തമായ തിരയിൽപ്പെട്ടാണ് ഈ വള്ളം മറിഞ്ഞത്. അപ്പോഴാണ് ഈ ജോണിനെ കാണാതായത്. 50 വയസ്സായിരുന്നു, പുതുക്കുറിച്ചി സ്വദേശിയാണ്. മറ്റു 5 പേർ നീന്തി രക്ഷപ്പെട്ടു. എന്തായാലും ജോണിന്റെ മൃതദേഹം ഇപ്പോൾ കരക്കെത്തിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. നമുക്ക് സങ്കടകരമായ കാര്യമാണ് അറിയുന്നത്. പെരുമാതുറ പുതുക്കുറിച്ചി സ്വദേശി ജോൺ എന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. മുതലപ്പുഴയിൽ നിന്ന് വെളുപ്പിന് 3:30 മണിക്ക് വള്ളം മറിഞ്ഞാണ് ഉണ്ടായത്. ഈ വള്ളത്തിൽ 6 പേരുണ്ടായിരുന്നു. അതിൽ 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. അജീഷ് യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തെത്താൻ കഴിഞ്ഞോ, അതോ അതിനടുത്തായോ? നമ്മള് ഉടൻ തന്നെ നമ്മൾ ഏതാണ്ട് ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പേർ ഇവിടെ എത്തി. ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ മൃതദേഹം മാറ്റിക്കഴിഞ്ഞു. തെരച്ചിൽ കഴിഞ്ഞ് ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഈ മുതലപ്പുഴയിലെ ഈ അപകടം ഇത് ഒരു പതിവായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതിഷേധം ഇവിടുത്തെ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഇവർക്ക് ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അവർ പലതവണ ഈ പരാതിപ്പെട്ടിരുന്നു. കാരണം ഈ മുതലപ്പുഴയിൽ ചില സമയങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ശക്തമായ തിരമാലകൾ ഉണ്ടാവുകയും ഈ പുലർച്ചെ മത്സ്യത്തൊഴിലാളികൾ പോകുമ്പോൾ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരം കാണണമെന്ന്, ഈ പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമെന്നായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ കാരണം വെളിച്ചക്കുറവുണ്ടായിരുന്നു ഈ സമയത്ത്. ഈ പുലർച്ചെയാണ് സാധാരണ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത്. ഈ സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത്. 6 പേരായിരുന്നു ഈ ഒരു വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഈ 5 പേർ ഇവർ പെട്ടെന്ന് തന്നെ നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ ജോണിന് മാത്രം നീന്തി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ജോണിന്റെ മൃതദേഹമാണ് തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും നടത്തിയ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതായാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. അവർ വലിയ പ്രതിഷേധത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു അജീഷ് ജയകുമാർ. വളരെ ദുഃഖകരമായ കാര്യമാണ് പെരുമാതുറയിൽ നിന്ന് വന്നത്. അവിടെ വള്ളം മറിഞ്ഞ് മുതലപ്പുഴയിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. മീൻ പിടിക്കാൻ പോയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. 6 തൊഴിലാളികൾ മറിഞ്ഞ വള്ളത്തിലുണ്ടായിരുന്നു. എന്നാൽ 5 പേർ നീന്തി രക്ഷപ്പെട്ടു, ഒരാൾ മരണത്തിന് കീഴടങ്ങി. ഇന്ന് പുലർച്ചെ 3:30 മണിയോടെയാണ് ഈ അപകടം നടന്നത്.